അവൾക്കൊരു അഫയർ ഉണ്ട് രാഹുൽ. ചതിക്കുകയാണ് അവൾ എല്ലാവരെയും. തനിക്കെന്താ വട്ടുപിടിച്ച? അങ്ങനെ ഒരാളാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കോ? അതവളുടെ ബന്ധുവും സുഹൃത്തും എല്ലായിരിക്കും. ഹേയ്, അത് നല്ല ബന്ധമല്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും രാഹുൽ. റോഷൻ സാറിനെ ചതിക്കുകയാണ് അവള്. ഈ വിവാഹം നടക്കരുത്. ഒന്ന് ചുമ്മാതിരിക്കല മറ്റേ രാത്രി ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. താൻ ആവശ്യമില്ലാതെ ചിന്തിച്ച് തല പുകയ്ക്കാതെ സരസ്വതി ആന്റിയെ താൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ നോക്ക്. രാഹുൽ, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. താൻ ഒന്നും പറയണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിവാഹശേഷം റോഷനും ഞാനും സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നെന്ന് കരുതുക. പ്രേം ആരെ കൊല്ലും? എന്നെയോ അതോ റോഷനെയോ? രണ്ടുപേരും പിന്നെ ജീവനോടെ കാണില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും പ്രേമിന് തോക്കെടുക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോകില്ല. ആരാത്? ആരാ ഈ രാത്രിയില്? തന്റെ അമ്മയായിരിക്കോ? അമ്മ വരില്ലെന്നാ പറഞ്ഞത്. നോക്ക്, ചെന്ന് നോക്ക്, ചെല്ല്. അങ്ങോട്ട് പോ. എന്താ? എന്തടി വാതിലോർക്കാൻ വൈകിയത്? അമ്മയല്ലേ പറഞ്ഞത് വരില്ലെന്ന്. അമ്മാവന് അസുഖം കുറഞ്ഞു. ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നു. അയ്യോ, എടി, നീ കൂടെ വരാത്തതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായി. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അവരിവിടെ കയറ്റരുതെന്ന്. അവനുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന്. അതിന് ഞാൻ അമ്മയ്ക്ക് മറുപടിയും തന്നിട്ടുണ്ട്. ഞാൻ മരിക്കുവോളം എന്റെ മനസ്സിൽ പ്രേമം ഉണ്ടാവുമെന്ന്. നീ ഒരിക്കലും ഉപേക്ഷിച്ചത് അവനെ, അത് മറക്കണ്ട. മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ടില്ല. എങ്കി ഒന്നിച്ച് ജീവിക്കേ. എന്നെ വിട്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേ. ഇവൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചത്? എന്തിനാ ആ പാവത്തിനെ ചതിക്കുന്നത്? ഇതിനുള്ള മറുപടി അമ്മയ്ക്ക് തരാൻ എനിക്ക് മനസ്സില്ല. ഞാൻ വളർന്നതും ജീവിക്കുന്നതും എന്റെ ഇഷ്ടത്തിനാ. എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. അമ്മയുടെ ഒരു സഹായവും ഉണ്ടായിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ. എനിക്ക് പറ്റാവുന്ന സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിനക്കത് പോരായിരുന്നു. പണത്തിനോടുള്ള ആർത്തി എപ്പോഴും നിന്നെ വഴിതെറ്റിച്ചിട്ടുണ്ട്. കഴിഞ്ഞതൊക്കെ എന്റെ പാസ്റ്റിലേക്ക് പോകരുതെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിടയിൽ അകൽച്ച ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ പേഴ്സണൽ കാര്യത്തിൽ അമ്മ കൂടുതലായി ഇടപെടണ്ട പ്ലീസ്. തന്റെ ഈ ആരോപണം ആരും മുഖവിലേക്ക് എടുക്കില്ല. തെളിവില്ലാത്ത തന്നെ കാരണം. അഞ്ജലിയുടെ എൻഗേജ്മെന്റ് അവള് തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞത് രാഹുൽ മനസ്സിലാക്കിയില്ല. അഞ്ജലിയെ കുറിച്ചുള്ള സത്യം റോഷൻ സാറിനോട് പറയണം. എന്തായാലും ഇന്നത്തെ രാത്രി കഴിയട്ടെ. നാളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. വക്കീലുമായി സ്റ്റേഷനിൽ ചെന്ന ശേഷം റോഷൻ സാറിനെ കാണാം. എല്ലാ സങ്കടങ്ങളും നാളത്തോടെ അവസാനിക്കുമായിരിക്കും. ഹലോ,
അഞ്ജലി, ഞാൻ എത്ര തവണയായി നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ അല്പം തിരക്കിലായി പോയി. എന്തിനാ വിളിച്ചേ? കീർത്തി അവിടെ വന്നിരുന്നു. ഇല്ല. അവള് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് പോയെന്ന്. നിന്നെ ഇന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞാ പോയത്. അവൾ എന്തിനാ എന്നെ കാണുന്നത്? ഇവിടെ വന്നിട്ടൊന്നുമില്ല. രാത്രി വൈകിയതിനാൽ വന്നു കാണില്ലായിരിക്കും. എന്തെങ്കിലും സംശയം കാണുമോ അവക്ക്? എനിക്കറിയില്ല. സംശയിക്കാവുന്ന ഒരു സൂചനയും ഞാനായിട്ട് നൽകിയിട്ടില്ല. പിന്നെന്തിനാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ, ഏതായാലും കാണുമ്പോ അറിയാലോ അല്ലേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആ ശരി അഞ്ജലി, പിന്നെ കാണാം. ആ ഓക്കെ. കീർത്തി ഇവിടെ വന്നു കാണോ? അതാണോ ശബ്ദം കേട്ടത്? വന്നിരുന്നെങ്കിൽ വിളിക്കായിരുന്നല്ലോ. എന്തിനാ മറന്നിരിക്കുന്ന? കീർത്തി അങ്ങനെ വെറുതെ പറയോ? അതിനങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ഒക്കെ ഒന്ന് ഏട്ടനോട് സംസാരിച്ചാലോ? ഏട്ടാ, എന്താ രാഹുൽ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കീർത്തിയെ സഹായിക്കുന്നതിനെ കുറിച്ചാണോ? അല്ല, അഞ്ജലി. അവളെ കുറിച്ചുള്ള യാതൊരു കാര്യവും തൽക്കാലം എനിക്ക് കേൾക്കണ്ട. ഏട്ടാ, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഭയങ്കര വിഷമത്തില്ല. അതിൻ്റെ കൂടെ ഇതും കൂടി പറയുന്നത് എന്തിനാ? അഞ്ജലി വരുമല്ലോ, തന്ത്രപൂർവ്വം അവളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കണം അവളിൽ കള്ളക്കളി ഉണ്ടോ എന്ന്. റോഷന്റെ എൻഗേജ്മെന്റ് നശിപ്പിച്ച ഇവരാണ്. എന്നിട്ട് താങ്കൾ എന്തിനാ ഇവരെ കാണാൻ വന്നത്? സർ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ആരും മനഃപൂർവ്വം ചെയ്തിട്ടില്ല. ഇവരറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചു നേരത്തേക്ക് ഇവരോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം. റോഷൻ എന്നെ കാണാൻ വരണ്ടായിരുന്നു. അനുപമ അറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. മനസാക്ഷി കുത്തുകൊണ്ട് വന്നതാണ്. ആന്റിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? റോഷൻ എന്നും ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയാ നീ സംസാരിച്ചേ. ഫംഗ്ഷൻ നന്നായിട്ട് ചെയ്യണമെന്ന് തന്നെയാ ഞങ്ങൾ ആഗ്രഹിച്ചേ. ഒരു കുറവും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ആരുടെയോ കൈകൊണ്ടുണ്ടായ തെറ്റുകൊണ്ട് എനിക്കിവിടെ നിൽക്കേണ്ടി വന്നു. കീർത്തി എന്നെ വന്ന് കണ്ടിരുന്നു, സഹായം ചോദിച്ചു. പക്ഷേ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അതിന് ക്ഷമ ചോദിക്കാൻ വന്നതാ ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയും. നിന്റെ മനസ്സെനിക്കറിയാം. ഈ കാര്യത്തിൽ നീ ഞങ്ങളെ സഹായിക്കാതിരുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അതാണ് നിന്നെ തടയുന്നത്. ഈ അവസ്ഥയിലും എന്നെ മനസ്സിലാക്കിയതിന് നന്ദി ആന്റി. ചിലപ്പോ നമുക്ക് തനിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ തീരുമാനത്തിന് എതിര് നിൽക്കാനും കഴിയില്ല. നീ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ലേ? എന്നെ കാണാനും വന്നില്ലേ? അത് മതി എനിക്ക്. സന്തോഷായി. ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ മോള് പറഞ്ഞത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പൊ ചെറിയ പ്രശ്നമേ ഉള്ളൂ, നോർമലായിട്ടില്ല. വേഗം സുഖാവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വേഗം സുഖാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. റോഷൻ ചെല്ല്. എന്നെ സഹായിക്കാൻ കഴിയാത്തതിൽ സങ്കടമൊന്നും വേണ്ട. എന്നെ സഹായിക്കാൻ എൻ്റെ മോളുണ്ടല്ലോ റോഷ. ഇന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കും. ജയിലിൽ പോവേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എനിക്ക്. എൻ്റെ മോൾ എന്നെ പുറത്തിറക്കും. എൻ്റെ നിരപരാധിത്വം എൻ്റെ മോള് തെളിയിക്കും.
ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കും. അത് വേണോ ആന്റി? കൂടെ നിൽക്കാൻ ഈ റോഷനുണ്ടാവും. സത്യം പുറത്തു വരട്ടെ. ഇവള് വന്നാ നന്നായി. എല്ലാം ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഹായ്. ഹായ്. ഏട്ടനെ കാണാൻ നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അതെ, റോഷനെ തട്ടിക്കൊണ്ടുപോവാൻ ഇവിടെ ചിലര് വട്ടോട്ട് നടക്കുന്നുണ്ടല്ലോ. ഒരു കണ്ണ് എപ്പോഴും റോഷനിൽ വേണം. അതുകൊണ്ടാ ഞാൻ എപ്പോഴും വരുന്നേ. കീർത്തിയാണ് ഉദ്ദേശിച്ചേ? പിന്നാര്? അവളിവിടുന്ന് പുറത്താക്കിയില്ലേ, ഇനി അവള് വരാനും പോകുന്നില്ല. നാണോ ഇല്ലാത്തോളൂ പിന്നെ വന്നാലോ? ഇനി വരുമൊന്നുമില്ല. അവളുടെ അമ്മക്കെതിരെ പരാതി ഉള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലായിരിക്കും. നമ്മളാരും സഹായിച്ചില്ലല്ലോ. ദേഷ്യം കാണില്ലേ? ഇനി കീർത്തി അങ്ങോട്ട് വരില്ല. അങ്ങനെ വിശ്വസിക്കാം. എന്തായാലും ശ്രദ്ധിക്കണം. അവൾ ആളൊരു സൂത്രക്കാരിയാ. റോഷനെ കൊടുക്കാൻ നോക്കുന്ന പോലെ തന്നെയും കൊടുക്കാൻ നോക്കും. നീ അവളെ നകന്ന് നിൽക്കണം. ഫോൺ വിളിയൊന്നും വേണ്ട. നിന്നെ അവള് വലയിൽ വീഴ്ത്തിയേക്കാം. ഞാൻ ഒരിക്കലും അവളുടെ വലയെ വീഴില്ല. അവളുടെ പാവം തോന്നുന്ന മുഖവും ചിരിയും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതവും ഇതിലൊക്കെ ആരും വീണുപോവും. ഇതൊക്കെ നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? ഇതൊക്കെ അവളുടെ അഭിനയാ. മറ്റുള്ളവരെ വലയിലാക്കാനുള്ള അഭിനയം. ഭാവിയിൽ നിന്റെ ഏട്ടത്തെയാകാൻ പോകുന്നവൾ എന്ന സ്വാതന്ത്ര്യത്തിൽ പറയാ. കീർത്തിയിൽ നിന്ന് നീ അകന്നു നിൽക്കണം. ഞാൻ ചെയ്തോളാം. കീർത്തി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. എന്തിന്? അവളുടെ അമ്മയെ പുറത്തിറക്കാൻ പറയാനാണോ? അതെ അതെ. ഇന്നലെ രാത്രി അവൾ അഞ്ജലി ഏട്ടത്തിയുടെ വീട്ടിൽ വന്നിരുന്നു. ഏട്ടത്തെ കണ്ടില്ല, അവിടെ മറ്റാരോ ഉണ്ടായെന്നും സംസാരമധ്യേ പറഞ്ഞു. എന്തിനാ അവള് എന്നെ കാണാൻ വന്നത്? അത് പറഞ്ഞില്ല. ഇളയമ്മയായിട്ട് ഏട്ടത്തി സൗഹൃദത്തിലാണല്ലോ. ഏട്ടത്തി പറഞ്ഞ ഇളയമ്മ അനുസരിക്കും. അപ്പോ ഏട്ടത്തിയുടെ കാല് പിടിച്ച് ഇളയമ്മയോട് പരാതി പിൻവലിക്കാൻ പറയിപ്പിക്കണം. അതിനായിരിക്കും വന്നത്. കീർത്തി വന്നപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി അഞ്ജലി ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെയല്ലേ ഉണ്ടായത്. അതെ, അമ്മയെ ഡിസ്ചാർജ് ചെയ്തെന്നറിഞ്ഞ് കാണാനായി ഓടി വന്നു. രാത്രി വൈകും വരെ അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു. ഏറെ വൈകിയ ശേഷം ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. എന്തായാലും അമ്മയെ കാണാൻ ഇന്നലെ രാത്രി ഓടി വന്നല്ലോ. സന്തോഷം. സ്നേഹമുള്ള മരുമകള് അങ്ങനെയാ. ശരിയാ. ഏട്ടത്തി വരുന്നത് ഈ വീട്ടിലൊരു ഐശ്വര്യ. പാവങ്ങൾ എന്തറിയുന്നു. എന്റെ രവിയേട്ടാ, എന്തിനിങ്ങനെ കാവലിരിക്കുന്നത്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് വയ്യ. ആഹാ, അമ്മ ബെറ്ററായി തോന്നുന്നു. എങ്ങനെ ബെറ്റർ ആവാണ്ടിരിക്കും? ഞാനല്ലേ ശുശ്രൂഷിക്കുന്നത്. ഇന്നലെ രാത്രി ഉറക്കൊളച്ച് എനിക്ക് കാവലിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. വയറ് വേദനിക്കുന്നുണ്ടോ, ഓക്കാനം വരുന്നുണ്ടോ, ഛർദിക്കണോ എന്നൊക്കെ ചോദിക്കും. ഒരു രക്ഷയില്ല മോനെ. ഉറക്ക വിളച്ച് കാവലിരുന്നത് കുറ്റം. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഭർത്താവ് ഇതുപോലെ സ്നേഹിക്കോ? അതില്ല. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അറിയോ നിനക്ക്? ഇന്നലെ രാത്രി അമ്മയടുത്ത് അഞ്ജലി ഉണ്ടായിരുന്നില്ലേ? അച്ഛന് പോയി ഉറങ്ങായിരുന്നല്ലോ. അഞ്ജലിയോ? അവളിവിടെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ലല്ലോ. ഇവളുടെ അടുത്ത് ഒരഞ്ജലിയും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്നെ ഇവിടെ കാണാൻ പോലും വന്നിട്ടില്ല. പിന്നെയല്ലേ കൂട്ടിരിക്കുന്നത്. ചിലപ്പോ അവരോട് വന്നിട്ടുണ്ടാവും. അമ്മ ഉറങ്ങിക്കാണും. ഉറങ്ങാതെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോടാ മണ്ട. അവള് വന്നിരുന്നെങ്കിൽ ഞാൻ കാണുകയല്ലേ. എന്താടാ, അവള് നിന്നോട് പറഞ്ഞിരുന്നോ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു? ഹേയ്, പറഞ്ഞിട്ടൊന്നുമില്ല. എന്തോ എനിക്കെങ്ങനെ തോന്നി. അപ്പോ അമ്മ റെസ്റ്റ് എടുക്ക്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അസുഖമുള്ളവരെ കാണാനോ കൂട്ടിരിക്കാനോ സമയമില്ല.
അല്ല കലാവതി? ശരിയാണ്. അമ്മേ എങ്ങനെയുണ്ട്? ഓക്കെ മോളെ. ഇന്നലെ രാത്രി അമ്മ ഡിസ്ചാർജ് ചെയ്തെന്ന് അറിഞ്ഞു. പക്ഷെ വരാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി. സോറി അമ്മ. സാരയില്ല മോളെ, നീ ഇപ്പൊ വന്നല്ലോ. ഇന്നലെ വളരെ ലേറ്റ് ആയോ ഉറങ്ങിയത്. എന്നാലും ഉറങ്ങാൻ പറ്റിയില്ല. അമ്മയെക്കുറിച്ചുള്ള ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കേട്ടോ കലാവതി, സ്നേഹമുള്ള മകൾ ഇങ്ങനെയാ. ഇന്നലെ വരാൻ കഴിയാഞ്ഞിന്റെ സങ്കടം ഞാൻ ഇന്ന് തീർക്കാൻ പോവാ. ഫുൾ ടൈം ഞാൻ ഇവിടെ ഉണ്ട്. അതൊന്നും വേണ്ട മോളെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാ ഞാൻ പോവാന്നാണോ കരുതിയേ? ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും, എങ്ങും പോവില്ല. എന്തിനാ വിളിച്ചേ? ഞാൻ തൻ്റെ കൂടെയാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ വിശ്വാസമായോ? അഞ്ജലിയിൽ ചില കള്ളക്കളികളൊക്കെ ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. ഒരു റോങ് ആയ പെൺകുട്ടിയുമായി എൻ്റെ ഏട്ടന് വിവാഹം നടക്കാൻ പാടില്ല. റോഷൻ സാർ എന്റെ നല്ല സുഹൃത്താ. അദ്ദേഹം ഒരു ചതിയിൽ വീഴരുത്. അഞ്ജലി ഫ്രോഡാ. എല്ലാവരും അവളെ ചതിക്കുക. ഞാനോ എന്റെ അമ്മയോ തെറ്റ് ചെയ്തിട്ടില്ല. സംഭവിച്ചതിനൊക്കെ കാരണം അവളാ. തെറ്റ് ചെയ്തത് അവളാണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യം. എങ്കിലും വിശ്വസിക്കാൻ തെളിവ് വേണം. അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഭക്ഷണത്തിൽ വിഷം ചേർത്തത് അവളാണെന്ന് ഞാൻ തെളിയിക്കും. മറ്റൊരാളുമായി അഞ്ജലി തെറ്റായ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനുള്ള തെളിവും ഞാൻ കണ്ടെത്തും. എന്റെ കൂടെ ഉണ്ടെന്നല്ലേ രാഹുൽ പറഞ്ഞത്? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ രാഹുലിന് കൂടെ നിൽക്കാം. ഞാൻ കൂടെയുണ്ട് കീർത്തി. അവളുടെ തനി നിറം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണം. അതിനു മുമ്പ് ഏട്ടനടക്കം മറ്റാരും ഇതറിയരുത്. കീർത്തി ആരോടും പറയരുത്. എല്ലാവരും കൂടെ ഉണ്ടെന്നാ ഞാൻ കരുതിയെ. പക്ഷെ ഒരു നിമിഷം തനിച്ചായി. കാത്തിരിക്കുന്ന ശീലം എനിക്കില്ല രാഹുൽ. തെളിവ് ഞാൻ കണ്ടെത്തും. അതിനു മുമ്പ് എന്റെ അമ്മയെ പുറത്തിറക്കണം എനിക്ക്. അഡ്വക്കേറ്റ് വിളിക്കുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ? ഹലോ ഹലോ കീർത്തി. ഹലോ സർ, ഞാൻ വരാം സർ. ആ ഓക്കെ. രാഹുൽ, ഇതൊരു പെറ്റി കേസല്ല. തന്റെ അമ്മയടക്കം കുറെ പേര് ഹോസ്പിറ്റലിലായിട്ടുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നു. ചോദ്യം ചെയ്തപ്പോ അവർ കരുതിക്കൂട്ടി ഭക്ഷണത്തിൽ വിഷം കലർത്തിയില്ല എന്ന് പറഞ്ഞെങ്കിലും അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്താലേ സത്യം പുറത്തുകൊണ്ടുവരാൻ കഴിയൂ. സരസ്വതി ആന്റിയെ ജയിലിലിടാൻ സാറിന് എന്താ എത്ര വാശി? എനിക്കൊരു വാശിയില്ല. കുറ്റം ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. ആ സ്ത്രീ കുറ്റം ചെയ്തിട്ടുണ്ട്. താങ്കൾ വന്നവരെ വിടണമെന്ന് പറയുമ്പോ വിടാൻ കഴിയില്ല. ഭക്ഷണത്തിൽ അവർ വിഷം ചേർത്തുവെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭക്ഷ്യവിഷബാധയേറ്റവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആർക്കും ഒരു കുഴപ്പമില്ല. ഡിസ്ചാർജ് ചെയ്ത 1-2 പേര് വീണ്ടും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവർക്ക് മറ്റെന്തെങ്കിലും അസുഖം കാണും. അതിന്റെ ഉത്തരവാദിത്തം സരസ്വതിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഭക്ഷ്യവിഷബാധയേറ്റ ആരും സരസ്വതിക്കെതിരെ പരാതി തന്നിട്ടില്ല. ഇളയമ്മ വിളിച്ചു പറഞ്ഞ പ്രകാരമാണ് സാർ അവരെ അറസ്റ്റ് ചെയ്ത്. ഇതിലൊരു ന്യായവുമില്ല. പിന്നെ എന്റെ ഏട്ടന്റെ വിവാഹ നിശ്ചയത്തിന് ഫുഡ് പോയ്സൺ ഉണ്ടായേ. ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. അഥവാ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അനുപമ മേഡം പരാതി? ഇളയമ്മയ്ക്ക് കീർത്തിയോട് മുൻവൈരാഗ്യമുണ്ട്, അതുകൊണ്ട് പരാതി പറഞ്ഞു. അവർക്ക് വേണ്ടി സാർ ആ കുടുംബത്തെ വേദനിപ്പിക്കരുത്. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. കുടുംബത്തിനും ഭക്ഷ്യവിഷബാധയേറ്റവർക്ക് ഒരു പരാതിയില്ല. പിന്നെ സാറിനെന്താ ഇത്ര നിർബന്ധം? അവരെ ജയിലിൽ പറഞ്ഞയക്കണമെന്ന് സാറിനെന്താ എത്ര വാശി? എന്റെ ഫാമിലി നിരപരാധികളോട് ഒരു അനീതിയും കാണിക്കില്ല. കേസ് പിൻവലിക്കണം.
സരസ്വതി ആന്റിയെ എന്റെ കൂടെ വിടണം. ഇനി ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്റെ അഡ്വക്കേറ്റിനെ വിളിപ്പിക്കാം. ഇനി അവരുടെ ഭാഷ സംസാരിച്ച സാറ് മനസ്സിലാവും. ഒരു അന്വേഷണം നടത്താതെയാ കുറ്റക്കാരി എന്നും പറഞ്ഞ് ഒരു നിരപരാധിയെ സാർ തടവിൽ വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് മതി സാറിന് തൊപ്പി അറിയിക്കാൻ. ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ വിളിക്കാം. എന്ത് വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. മീഡിയാസിനെ അറിയിക്കാൻ പറയാം. എന്തേ? രാഹുൽ വേണ്ട. സരസ്വതിക്കെതിരെയുള്ള കേസ് ഞാൻ ഒഴിവാക്കാം. സർ, എന്തേത്? താൻ അഡ്വക്കേറ്റാ വന്നേ? ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. സർ, ഒക്കെ ഞാൻ കേട്ടു. എനിക്ക് പറയാനുള്ളതൊക്കെ രാഹുൽ പറഞ്ഞു. ഇനി എന്റെ ആവശ്യമില്ല. സാറ് സരസ്വതിയെ പെട്ടെന്ന് റിലീസ് ചെയ്യ്, ഇല്ലെങ്കിൽ പുലിവാല് പിടിക്കും. കീർത്തി, ഞാൻ വിളിക്കാം. ഓക്കെ സർ. അപ്പോ സരസ്വതി ആന്റിയെ ഞങ്ങൾക്ക് കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടുപോവാം. പക്ഷെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുൽ ഏറ്റെടുക്കണം. ഇതിന്റെ പേരിൽ രാഹുലിന്റെ ഫാമിലിയിൽ നിന്ന് ആരും ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്റെ ഫാമിലിയിൽ നിന്ന് ആരും ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല. അത് ഞാൻ ഉറപ്പുതരാം. ശരി, ചില ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം സരസ്വതി നിങ്ങൾക്ക് കൊണ്ടുപോവാ. താങ്ക്സ്. വരൂ. മോളെ, എന്താ നോക്കുന്നത്? വിശ്വാസം വരുന്നില്ലേ? ഇനി കേസും കോടതിയൊന്നുമില്ല. വാ, വീട്ടിൽ പോ. രാഹുലാണോ എന്നെ പുറത്തിറക്കിയത്? അതെ, ഞാൻ അഡ്വക്കേറ്റുമായിട്ടാ വന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം വന്നില്ല. വീട്ടുകാർക്ക് പരാതിയില്ലെന്ന് രാഹുൽ പറഞ്ഞു. എസ് ഐ ആദ്യം വഴങ്ങിയില്ല. രാഹുൽ വേണ്ട രീതിയിൽ സംസാരിച്ചപ്പോ അദ്ദേഹം വഴങ്ങി. അനുപമ ഇളയമ്മന്നല്ല, വീട്ടിൽ ആർക്കും ഇക്കാര്യം അറിയില്ല. രാഹുലിനെ ഇവിടെ കണ്ടപ്പോ ഞാനൊന്ന് അമ്പരന്നു. എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ അടഞ്ഞപ്പോ ഒരു അത്ഭുതം പോലെ സഹായിക്കാനായി രാഹുൽ വന്നു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇനിയെങ്കിലും അനുപമയും മറ്റും വിശ്വസിക്കൂ. ഒരിക്കലുമില്ല. ഇതൊക്കെ ചെയ്തത് അഞ്ജലിയോ? അഞ്ജലിയോ?